ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാനൊരു പുതിയ ഡെക്കിൽ നിന്ന് ഒരു എനർജി റീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്കിപ്പോൾ പുതിയ ഡെക്ക് എനിക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പം എനർജി ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ദി റിലേഷൻഷിപ്പാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. 8 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. പ്രശ്നമാണ്. ആദ്യമേ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്യണത്. നോക്കാം. ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജി. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ കാശ്, പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് കാശ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹം. പിന്നെ ഒരു വാൺസ് ഉണ്ട്, ക്വീൻ ഓഫ് വാൺസ്. അത് കഴിഞ്ഞിട്ട് 4 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. പെൻറ്റക്കിൾസിൻ്റെ താഴെ വീണ്ടും പെൻറ്റക്കിൾസ് വന്നു. ഇപ്പോൾ രാവിലത്തെ റീഡിങ് പോലെ കാശ് നല്ല രീതിയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സമയമാണിപ്പോൾ. അതിനുശേഷം വാൺസ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് വാൺസിൻ്റെ താഴെ ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, 4 ഓഫ് വാൺസ് ഉണ്ട്. പിന്നെ നമുക്ക് വന്നത് 10 ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, ദ എംപറസ് കാർഡ് വന്നിട്ടുണ്ട്. ദ എംപറസ് കാർഡ്, ഈ കാർഡ് നമ്മൾ മറ്റ് കാർഡിനെക്കാട്ടി കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. അതാണ് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള കാരണം. അതിനുശേഷം വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ്. ഓക്കെ, ഇപ്പോൾ 9 കാർഡായി. ഇനി 2 കാർഡും കൂടി എടുക്കാം. 2 കാർഡല്ല, ഒന്ന് 10ാമത്തെ കാർഡ്, പിന്നെ ഒരെണ്ണം ബോട്ടം ഓഫ് ദി ഡെക്ക് എനർജി എടുക്കാം. 4 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് ഓവറോൾ എനർജി ആയിട്ട് എനിക്ക് കിട്ടിയത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി, 3 ഓഫ് കപ്സിൻ്റെ എനർജി ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലെ മെയിൽ എനർജിക്ക് 3 കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്ന് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, രണ്ടാമത്തത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, മൂന്നാമത്തത് നൈറ്റ് ഓഫ് കപ്സ്. ബാക്കിയെല്ലാം ഫെമിനൈൻ എനർജി കാർഡ്സാണ്. ഞാൻ അങ്ങനെ അങ്ങ് എടുത്തു, കാരണം എനിക്കത് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കാൻ തോന്നി. അപ്പോൾ ഇതിൽ ഫീമെയിൽ എനർജി എന്ന് പറയുന്നത് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, പ്ലേഫുള്ളായിട്ടുള്ള, അതുപോലെ ജീവിതത്തെ നല്ല ആഘോഷമാക്കി വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ മെയിൽ എനർജി ഇപ്പോൾ കുറച്ച് കാശിൻ്റെ ആവശ്യത്തിന് ഓടി നടക്കുന്ന ഒരവസ്ഥയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാശുണ്ടാക്കണം, അതാണ് പുള്ളിയുടെ ഫോക്കസ് മുഴുവൻ. കുറച്ച് കാശുണ്ടാക്കി ജീവിതത്തിന് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഇടണം എന്നൊക്കെയാണ് ആൾ ചിന്തിക്കുന്നത്. ഓക്കെ, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള മുഖഭാവത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ, ബിസിനസ്, പുതിയ വഴികൾ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്ന തിരക്കിലാണ്. എന്നാൽ ഇവിടുത്തെ ഫീമെയിൽ എനർജിയോട് ആൾക്ക് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അത് പിന്നെ ആവട്ടെ എന്ന് മാറ്റി വയ്ക്കുന്നതാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പറയാം, സ്നേഹം പിന്നെ പങ്കിടാം എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുന്നു. ഇവിടെ ഫീമെയിൽ എനർജി ഈ ഒരു കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡാണ്. ആൾക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല ഓപ്പോസിറ്റ് ആളിൻ്റെന്ന്. അതിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. റിലേഷൻഷിപ്പ് എൻഡ് ചെയ്താലോ എന്ന് വളരെ കാര്യമായി ആലോചിക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു തീരുമാനത്തിനടുത്ത് എത്തി.
ഓക്കെ, കാരണം അവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ കൂടെയൊക്കെ അവർ പുറത്തു പോകുന്നുണ്ട്, ചില പാർട്ടികളിലെല്ലാം പോകുന്നുണ്ട്, സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് മെയിൽ എനർജിയെ മിസ് ചെയ്യുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. പക്ഷേ ഇവർ തമ്മിൽ ഉള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ 10 ഓഫ് കപ്സിൻ്റെ ബന്ധമാണ്. ഓക്കെ, ഭയങ്കരമായി പരസ്പരം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഫീമെയിൽ എനർജി ആണെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ്, എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ആൾ അവിടെ തന്നെ ഉണ്ട്, വേറെ ബന്ധം അങ്ങനെ ഒന്നുമില്ല. മെച്യൂരിറ്റിയോടുകൂടി ലൈഫിലെ ഒരു ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും, പല ബിസിനസ് പ്ലാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറൊന്നുമില്ല. ഓക്കെ, ആ മെയിൽ എനർജി എന്ന് പറയുന്നത് മണിയുടെ പുറകെയാണ്, ലൈഫിലൊരു ഫൗണ്ടേഷൻ വേണമെന്ന് പറഞ്ഞ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, അത്രേ ഇവിടെ ചെയ്യാനുള്ളൂ. കാരണം ആൾ അത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് മാത്രമേ നിങ്ങളോട് വന്ന് പറയും. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ ഉണ്ട്, നിങ്ങളോട് ഒരു മെസ്സേജ് വരും, സ്നേഹത്തോടു കൂടി സംസാരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് തിരക്ക് പിടിക്കാതെ വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. വീണ്ടും അടുത്തൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.